അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വെസ് കാർണേജിൻ്റെ പാർട്ട് 3യിലേക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ ഡെഡ്പൂൾ കാരണം തൻ്റെ കാമുകിയായ ഷ്രീക്കിന് പരിക്കേറ്റ് ബോധം പോയതുകൊണ്ട് കാർണേജ് ആണെങ്കിൽ ഡെഡ്പൂളിനോട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ കാർണേജിനോട് ഫൈറ്റ് ചെയ്യുന്ന ആ സമയത്തും ഈ ഡെഡ്പൂൾ ഒരു കൂസലുമില്ലാതെ നിർത്താതെ കാർണേജിനോട് ഓരോരോ കാര്യങ്ങൾ വെറുതെ സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഡെഡ്പൂളിൻ്റെ സംസാരം കാരണം കാർണേജിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ഡെഡ്പൂളിനോട് ചോദിച്ച് കാർണേജ് ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ഡെഡ്പൂൾ തൻ്റെ സംസാരം നിർത്തുന്നില്ല. സംസാരിച്ചുകൊണ്ട് തന്നെ കാർണേജിനോട് ഡെഡ്പൂൾ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ ഭയങ്കരമായി ദേഷ്യം വന്ന കാർണേജ് ഒരു വലിയ ട്രക്ക് റോഡിലൂടെ താൻ നിൽക്കുന്നതിൻ്റെ മറുവശത്തിലൂടെ പാഞ്ഞു വരുന്നത് കണ്ടതും അപ്പോൾ തന്നെ കാർണേജ് ഡെഡ്പൂളിനെ എടുത്ത് ആ ട്രക്കിൻ്റെ നേരെ വലിച്ചെറിയുകയാണ്. അങ്ങനെ ആ ട്രക്കിൽ ചെന്ന് ഇടിച്ചു വീണ ഡെഡ്പൂളിൻ്റെ ശരീരത്തിലൂടെ തന്നെ ട്രക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ ആരോ ഒരാൾ തൻ്റെ വണ്ടി കയറി മരിച്ചുപോയി എന്ന് വിചാരിച്ച് ഭയങ്കരമായി പേടിച്ച ആ ട്രക്ക് ഡ്രൈവർ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതും കൈയും കാലും തലയുമൊക്കെ ചതഞ്ഞ് അരഞ്ഞ് മുറിഞ്ഞും ഭയങ്കരമായി ചോര ഒളിപ്പിച്ച് നിൽക്കുന്ന ഡെഡ്പൂളിനെ കണ്ട് ആ ഡ്രൈവർ ഞെട്ടിപ്പോവുകയാണ്. ആ ഡ്രൈവർ മാത്രമല്ല, ഇപ്പോൾ അതുവഴി വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ആളുകളെല്ലാവരും ഡെഡ്പൂളിൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ഡെഡ്പൂൾ ആരും പേടിക്കണ്ടായെന്നും തനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടെല്ലാവരോടും പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും ശരീരമാകെ ചതവും മുറിവുമായി നിൽക്കുന്ന ഡെഡ്പൂളിനെ കണ്ട് ഭയങ്കര സങ്കടത്തിൽ ഡെഡ്പൂളിൻ്റെ ഫോട്ടോസ് തൻ്റെ ഫോണുകളിൽ എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങളുടെ ഇമാതിരി സ്നേഹപ്രകടനമൊക്കെ കണ്ട് അവിടെ നിൽക്കെ പെട്ടെന്ന് ആ കാർണേജിനെ പറ്റി ഡെഡ്പൂളിന് ഓർമ്മ വരികയാണ്. ഡെഡ്പൂൾ കാർണേജിനെ ചുറ്റും നോക്കിയതും അവിടെ എങ്ങും ആ കാർണേജിനെ ഡെഡ്പൂൾ കാണുന്നില്ല. അപ്പോൾ തന്നെ കാർണേജ് ഇവിടുന്ന് എങ്ങോട്ടോ പോയെന്ന് ഡെഡ്പൂളിന് മനസ്സിലാകുന്നു. ഇപ്പോൾ കാർണേജ് തൻ്റെ കാമുകിയായ ഷ്രീക്കിനെയും എടുത്തുകൊണ്ട് ഏതോ ഒരു ഫാമിലിയുടെ കാറിൽ കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാമിലി ആണെങ്കിൽ കാർണേജിനെ കണ്ട് ഭയങ്കരമായി പേടിച്ചാണ് ആ വണ്ടിയിലിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കാർണേജിനോട് എങ്ങോട്ടാണ് ശരിക്കും നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ചോദിച്ചതും അപ്പോൾ തന്നെ കാർണേജ് ഈ ഡെഡ്പൂൾ എപ്പോഴും തന്നെ കണ്ടുപിടിക്കുവാൻ പ്രപഞ്ചം അഥവാ ലോകം തന്നെ എന്തെങ്കിലും വഴി അവന് കാണിച്ചു കൊടുക്കാറുണ്ടെന്ന് ഡെഡ്പൂൾ തന്നോട് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ഡെഡ്പൂളിനെ പോലെ പ്രപഞ്ചം തനിക്കും ശരിക്കും പോകേണ്ട സ്ഥലം കാണിച്ചു തരുമോ എന്ന് കാർണേജ് ആലോചിക്കുകയാണ്. എന്നിട്ട് ആ വണ്ടി ഓടിക്കുന്ന ആളിനോട് നീ നിന്റെ കുടുംബവുമായി എങ്ങോട്ടേക്ക് പോകുകയായിരുന്നുവെന്ന് കാർണേജ് ചോദിച്ചതും അപ്പോൾ തന്നെ അയാൾ തൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണെന്നും വെറുതെ പാർക്കിലും പിന്നെ ഈ പണി തീരാതെ കിടക്കുന്നതും ആളുകൾ ഉപേക്ഷിച്ച് പോയതുമായ പ്രേതമുണ്ടെന്ന് തോന്നിക്കുന്ന വീടുകളൊക്കെയുള്ള ടൗൺ പോലത്തെ സ്ഥലങ്ങൾ കാണുവാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമെന്ന് അയാൾ കാർണേജിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ കാർണേജ് അങ്ങനെ ആരുമില്ലാത്ത ഒരു ടൗണിലേക്ക് പോകുവാൻ അയാളോട് പറയുകയാണ്. അങ്ങനെ കാർണേജ് പറഞ്ഞതനുസരിച്ച് അയാൾ അങ്ങനെ ഒരു ടൗണിലേക്ക് കാർണേജിനെ എത്തിക്കുന്നു. അപ്പോൾ തന്നെ കാർണേജ് തന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ നന്ദിക്ക് ആ കുടുംബത്തെ മുഴുവൻ കൊന്നുകളയുകയാണ്. മാത്രമല്ല, ആ ഒരു ടൗണിൽ എത്തിയപ്പോൾ തന്നെ കാർണേജിൻ്റെ ലവറായ ഷ്രീക്കിന് ബോധം വരികയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ടൗണിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഈ ഒരു ടൗണിൻ്റെ അടിയിൽ ഒരു മിലിറ്ററിയുടെ രഹസ്യ സങ്കേതമുണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ തന്നെ കൊല്ലാനായി ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്ന മെർക്കുറി എന്ന 4 പേര് ഒരു പട്ടി അടങ്ങുന്ന ടീമുണ്ടെന്ന കാര്യം കാർണേജ് കണ്ടെത്തുകയാണ്. അപ്പോൾ തന്നെ കാർണേജ് ആ രഹസ്യ സങ്കേതത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം കൊന്നുകളയുകയാണ്. ഈ മെർക്കുറി ടീമിൻ്റെ കയ്യിൽ 4 തരത്തിലുള്ള പ്രത്യേക പവേഴ്സുള്ള വെനത്തെ പോലെയുള്ള സിംബയോട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാർണേജ് അവിടെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് ആ സിംബയോട്ട്സ് എല്ലാം കാർണേജ് കാണാതെ ആ മെർക്കുറി ടീമിലെ പട്ടിയുടെ ദേഹത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആ പട്ടി മെർക്കുറി ടീമിലെ അംഗമായതുകൊണ്ട് കാർണേജ് ആ പട്ടിയെ കൊല്ലാനായി പട്ടിയെ അന്വേഷിച്ച് അവിടെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതേ സമയം നമ്മുടെ ഡെഡ്പൂൾ കാർണേജിനെ അന്വേഷിച്ച് കൃത്യം ആ സ്ഥലത്തേക്ക് തന്നെ വന്നു ചേരുകയാണ്. എന്നിട്ട് ആ രഹസ്യ സങ്കേതത്തിൻ്റെ ഉള്ളിൽ ഡെഡ്പൂൾ കയറിയതും അപ്പോൾ തന്നെ കാർണേജ് ഡെഡ്പൂളിന് തിരിച്ചടിക്കാൻ സമയം കൊടുക്കാതെ ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്തിട്ട് ഡെഡ്പൂളിൻ്റെ ശരീരം പല പീസുകളായി മുറിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഡെഡ്പൂളിനോട് നിനക്കിനി പഴയതുപോലെ ആയി മാറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കുമെന്നും പക്ഷെ അതിനു മുമ്പ് ഈ സ്ഥലം പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാകുമെന്നും അതിനുള്ളത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കാർണേജ് ഡെഡ്പൂളിനോട് പറഞ്ഞിട്ട് കാർണേജും ഷ്രീക്കും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കാർണേജ് അവിടുന്ന് പോയതും പല പീസായി കിടക്കുന്ന ഡെഡ്പൂളിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ 4 സിംബയോട്ടുകൾ ശരീരത്തിലുള്ള ആ പട്ടി ചെന്നതും അപ്പോൾ തന്നെ ആ പട്ടിയുടെ ശരീരത്തിൽ നിന്നും ആ 4 സിംബയോട്ടുകളും ഡെഡ്പൂളിൻ്റെ വേർപെട്ടുപോയ ശരീരഭാഗങ്ങളെല്ലാം ഒന്നിപ്പിച്ച് ഡെഡ്പൂളിൻ്റെ ശരീരത്തിൽ കയറുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂളിന് 4 സിംബയോട്ടുകളുടെ പവർ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അതിലൊരു സിംബയോട്ടിനെ മറ്റേ ആ പട്ടിയുടെ ശരീരത്തിലേക്ക് ഡെഡ്പൂൾ കണക്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സിംബയോട്ട്സിൻ്റെ പവറുള്ള ഡെഡ്പൂളും പിന്നെ ആ പട്ടിയും കാർണേജിനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്.